ജാസ്ലിയ ജോൺസൺ അപകടം സംഭവിച്ച ടെൽക്ക് വളവിൽ ഇതിനു മുൻപും അപകടമുണ്ടായിട്ടുണ്ട്. കോളേജുകളും സ്കൂളുകളുമുള്ള പ്രദേശത്ത് സിഗ്നലോ സീബ്ര ക്രോസോ ഇല്ല. അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടങ്ങൾ ഉണ്ടാകാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതാണ് ജാസ്ലിയുടെ അപകടത്തിന് കാരണമാകിയ ടെൽക്ക് വളവ്, അതായത് അങ്കമാലി ടെൽക്ക് വളവ്. ഈ വളവിനൊരു പ്രത്യേകതയുണ്ട്. അമിത വേഗത്തിലാണ് ഇതിലെ വാഹനങ്ങൾ, നാഷണൽ ഹൈവേ ആണ് ഇതിലെ വാഹനങ്ങൾ പോകുന്നത്. ഇതിന്റെ പുറകിലായിട്ടൊരു കോളേജുണ്ട്. അല്പം മുൻപിലായിട്ടാണ് ജാസ്ലിയെ പഠിച്ച മോർണിംഗ് സ്റ്റാർ കോളേജ്. അതോടൊപ്പം തന്നെ 2 സ്കൂളുകളുണ്ട്. അങ്ങനെ 14,000 വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളും കോളേജുകളും ഉൾപ്പെടെയുള്ള ജംഗ്ഷൻ. ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു കൃത്യമായിട്ടുള്ളൊരു ഫുട്പാത്ത് ഇല്ല. വാഹനങ്ങൾ നടന്നു പോകുന്ന ആളുകളെ വരെ ഇടിച്ചു തെറിപ്പിക്കുന്ന കാഴ്ച. ഇതിന് അല്പം മുൻപ് മാറിയിട്ടാണ് ഒരു റെയിൽവേ പാലം വരുന്നത്. ആ പാലത്തിൽ നിന്ന് മുൻപിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള സിഗ്നലുകളോ ഒന്നുമില്ല, ഹമ്പുമില്ല. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അവിടെ നിന്നെത്തുന്നത് അമിത വേഗത്തിൽ. ഇവിടെ എത്തിയതിനു ശേഷം ഈ വളവിന്റെ ഇടയിലുമാണ് അപകടങ്ങൾ പതിവാകുന്നത്. മേക്കാട് ഭാഗത്തു നിന്ന് വണ്ടികൾ NH-ലേക്ക് ഇതിലോട്ട് കയറുമ്പോഴാണ് കൂടുതൽ അപകടം ഇവിടെ ഉണ്ടാകുന്നത്. വണ്ടി കൺട്രോൾ വിട്ട് പോവാണ്, വളവാണ്, മനസ്സിലാവാത്ത രീതിയിൽ പോകുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണമാണ്. 4,000-ഓളം വിദ്യാർത്ഥികൾ പാസ് ചെയ്യുന്ന സ്ഥലത്ത് വിദ്യാർത്ഥികൾക്ക് പോലും സുരക്ഷിതമായി നടന്നു പോകുന്ന സ്ഥലമില്ല. നടന്നു പോയ ഒരു വിദ്യാർത്ഥിനിയാണ് ആ കാർ ഇടിച്ചത്. അപ്പോൾ അതിനുള്ള സംവിധാനം ഇല്ല. റോഡിന് വീതിയില്ല, വളവാണ്, ട്രാഫിക് സിഗ്നലില്ല. എപ്പോൾ നോക്കിയാലും ആക്സിഡൻറ്റ് മാത്രമേ ഉള്ളൂ. ഈ പിള്ളേർക്ക് നടക്കാൻ നടപ്പോഴും ഒരു മര്യാദയ്ക്കില്ല. എപ്പോൾ നോക്കിയാലും വണ്ടികൾ കയറി ഓവർ സ്പീഡിൽ തന്നെയാണ് യാത്ര. ഈ കുഞ്ഞുങ്ങൾക്ക് നടക്കാനുള്ള നടപ്പഴിയും അവിടെ ഇത്തിരി സ്പീഡ് കുറയ്ക്കാൻ എന്തെങ്കിലും സിഗ്നൽ ലൈറ്റോ എന്തെങ്കിലും സ്ഥാപിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ റോഡിൻ്റെ അപ്പുറം ഇപ്പുറയും ഉള്ളതാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് പ്രോപ്പറായിട്ട് നടന്നു പോകാൻ പോലുമുള്ള സൗകര്യങ്ങളില്ല. അവിടെ വളവിൽ പോലും അവിടെ വേഗത നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളില്ല. അപ്പോൾ വളരെ അശാസ്ത്രീയമായിട്ടാണ് ഈ ദേശീയപാതയുടെ ഇവിടുത്തെ നിർമ്മാണവും ഇതിൻ്റെ പരിപാലനവുമെല്ലാം. അപകടം കൂടി ഇവിടെ ഉണ്ടാകരുത്. കൃത്യമായിട്ടുള്ള നടപടികൾ അതിന് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേ തീരൂ. ജാസ്ലിയുടേത് ഒടുവിലത്തെ സംഭവമാകണം. ഇനി ഒരിക്കലും ഈ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള സിഗ്നലുകൾ വേണം. അശാസ്ത്രീയമായിട്ടുള്ള ഈ നിർമ്മാണ രീതിയെ മാറ്റണം. കൊച്ചിയിൽ നിന്നും ഷിജു ചവറയ്ക്കൊപ്പം ആൻമരിയ സനി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.